രേണുവിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. തനിക്ക് തെറ്റു പറ്റിയിട്ടില്ല. ശൈലജയും ശ്രീധരനുമാണ്. സത്യം പറഞ്ഞാൽ ശ്രീധരന് രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല എന്ന് വേണം പറയാൻ. ശൈലജയെ അടുത്ത് ഇടപഴകിയത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവൾ സോഫയിലേക്ക് തളർന്നിരുന്നു. അവൾ വേഗം പോയി പത്മകുമാറിൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന ആൽബം എടുത്തു കൊണ്ടുവന്നു. ബാക്കിയുള്ള കോളേജ് കാലത്തെ ഫോട്ടോയിലെല്ലാം ശ്രീധരനെയും ശൈലജയെയും അവൾ കണ്ടുപിടിച്ചു. മറ്റുള്ള 3 പേരും അതിൽ ഉണ്ട്. 2 സ്ത്രീകളും ഒരു പുരുഷനും. അവരെ അവൾ ഓർമ്മയിൽ പരതി നോക്കി. കിട്ടുന്നില്ല. ഇവർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നോ? എങ്കിൽ എന്തുകൊണ്ട് പരസ്പരം അറിയാവുന്നത് മറച്ചു വയ്ക്കുന്നു? തന്നെ അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അച്ഛന് ആദ്യേട്ടൻ്റെ ചെറിയമ്മയെ കാണേണ്ടി വന്നത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണെങ്കിൽ വീണ്ടും പരിചയം പുതുക്കാമായിരുന്നല്ലോ. അമ്മയും ആദ്യേട്ടൻ്റെ ചെറിയമ്മയെ കണ്ട പരിചയം കാണിച്ചിരുന്നില്ല. തീർത്തും അപരിചിതർ എന്ന മട്ടിലായിരുന്നു അവരുടെ 2 പേരുടെയും പെരുമാറ്റം. പിണക്കം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും പെരുമാറ്റത്തിൽ കാണിക്കില്ലേ? പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെറിയമ്മയും അമ്മയുമായി അടുത്തു എന്നവൾ ഓർത്തു. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്? ആരോട് ചോദിക്കും ഇക്കാര്യം? അവർ ഒളിച്ചു വയ്ക്കുന്നതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് രേണുവിന് തോന്നി. അത്ര എളുപ്പം അവർ തന്നോട് പറയില്ല എന്നും അവൾ ഊഹിച്ചു. അവൾ ആ ലെറ്റർ വന്നത് എടുത്തു നോക്കി. പ്രണയലേഖനം തന്നെയാണ്. ആരെഴുതിയതാണെന്ന് പേര് കൊടുത്തിട്ടില്ല. ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളായതുകൊണ്ട് അമ്മയുടെയോ അച്ഛൻ്റെയോ കയ്യക്ഷരമാണോ എന്നവൾക്ക് മനസ്സിലായില്ല. ആൽബവും വന്ന കത്തും ഫോട്ടോസും എല്ലാം എടുത്ത് അവൾ തൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചു. പിന്നെ അച്ഛൻ്റെ പഴയ ബാഗ് എടുത്ത് ഇരുന്നിടത്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പോൾ ആരായിരിക്കും ഈ കത്തയച്ചത്? ശൈലജയെയും അച്ഛനെയും അമ്മയെയും ഒഴിവാക്കിയാൽ പിന്നെ ഉള്ളത് 4 പേര്. അതിൽ 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ഒരാൾ ശ്രീധരനാണ്. മറ്റുള്ളവർ ആരാണെന്ന് എങ്ങനെ അറിയും? ഇനി ശ്രീമാമ ആണോ കത്തയച്ചതിനു പിന്നിൽ? അവൾ ആലോചനയോടെ ഇരുന്നു. കത്തിൻ്റെ കാര്യം ആലോചിച്ചിരുന്ന രേണു പെട്ടെന്നെന്തോ ഓർത്തെന്ന മട്ടിൽ പറമ്പിലേക്ക് നടന്നു. പണിക്കാർ വെട്ടി പകുതി എത്തിയതേയുള്ളൂ. വെട്ടിയ പുല്ലും മറ്റും ഒരു അരികിൽ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ആകെ പുകമയം. പച്ച പുല്ല് പുകയുന്ന വല്ലാത്ത നാറ്റം അവിടെ ഉണ്ട്. അവൾ ആകെ ചുമച്ചുകൊണ്ട് സാധാരണ എപ്പോഴും ചവറുകൾ കത്തിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അന്ന് അവസാനം താൻ വന്നപ്പോൾ എന്തോ കത്തിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നവൾ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി. അന്ന് താൻ വന്നപ്പോൾ കത്തിയ ചാരം കിടന്നിടത്ത് നിന്നും മാറി വേറൊരു സ്ഥലത്ത് കുറച്ചു ചാരം കിടക്കുന്നുണ്ടായിരുന്നു. ഈ കത്തുകൾ വരുന്നത് അമ്മ കത്തിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. രേണു തിരികെ വീട്ടിലേക്ക് കയറി. ചിന്തകൾ പല വിധത്തിൽ പരക്കം പായുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് താൻ കണ്ടുപിടിക്കും അവൾ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുത്തു. വൈകുന്നേരം പണിക്കാർ ഇറങ്ങിയ പാടെ രേണുവും ആദിയെ വിളിച്ചു. അവൻ വന്നപ്പോൾ പലതവണ ഇക്കാര്യം പറയണമെന്ന് രേണുവിന് തോന്നിയെങ്കിലും അവൾ അതടക്കി. ആദ്യം തന്നോട് പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ടെന്ന് അവൾക്ക് നേരത്തെ തോന്നിയിരുന്നു. എന്ത് പറ്റി രേണു? വല്ലാതെ ഇരിക്കുന്നത്? സുഖമില്ലേ? നിശബ്ദയായി ഇരിക്കുന്ന അവളെ കണ്ട് ആദി ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ അച്ഛനെ ആലോചിച്ചു. പിന്നെ അവർ ഒന്നും തന്നെ അവളെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. ദേവിൻ്റെ ഫോൺ കിട്ടിയോ? കിട്ടി. എൻ്റെ കയ്യിലിരിക്കുകയാണ്. ആകെ തകർന്ന ഫോണാണ്. എന്നാലും എന്തെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അവൾ ഒന്ന് മൂളി പിന്നെ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി. നാളെ മുതൽ കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഓഫീസിൽ വരട്ടെ ആദ്യേട്ടാ? ഹാ, എന്തു പറ്റി? അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. പഠിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താണ് ജോലിക്ക് വരട്ടെ എന്നൊരു ചോദ്യം? ഏത് കോഴ്സ് എടുക്കണമെന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഓരോ മൂഡും ശരിയല്ല. കുറച്ച് ദിവസം ഇങ്ങനെ പോകട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. പക്ഷേ അതുവരെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ വയ്യ. എന്നാൽ നാളെ മുതൽ വാ, എനിക്ക് അത്രയും സന്തോഷം. അവിടെയും നിന്റെ സാമീപ്യം ഉണ്ടാകുമല്ലോ, അവൻ ചിരിയോടെ പറഞ്ഞു. രേണു പല കാര്യങ്ങളിലും മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. രാത്രി മേല് കഴുകി വന്ന രേണുവിനെ കണ്ട് ആദ്യം സംസാരിക്കാനായി ലാപ്ടോപ്പ് മാറ്റിവെച്ചു. രേണു, നീയും ചെറിയമ്മയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ആദ്യേട്ടാ അങ്ങനെ ചോദിച്ചേ? അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അകൽച്ച പോലെ. അത്യാവശ്യത്തിന് മാത്രം എന്തൊക്കെയോ പറയുന്നതല്ലാതെ പഴയതുപോലെ നിങ്ങൾ സംസാരിച്ച് കാണുന്നില്ല. ആദ്യേട്ടനും തോന്നുന്നതായിരിക്കും. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ദേവ് മരിച്ചതിന് ശേഷം ഞാൻ അധികം സംസാരിക്കാൻ പോയിട്ടില്ല. എന്തുകൊണ്ടോ ദേവിൻ്റെ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വരും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ ഉയർന്നു വന്ന് അവൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു.
അത് അവനിൽ ആവേശം പകർന്നു. രണ്ടുപേരും മറ്റെല്ലാം മറന്നും പരസ്പരം ഒന്നു ചേർന്നു. ഒടുവിൽ തളർന്ന് ആദി അവളുടെ മാറിലേക്ക് വീണു. നിമിഷങ്ങൾക്ക് ശേഷം ഫ്രഷായി വന്നതും രേണു സംസാരത്തിന് തുടക്കമിട്ടു. ചെറിയമ്മയെ എങ്ങനെയാണ് അച്ഛൻ കല്യാണം കഴിച്ചത്? ആദ്യേട്ടന് അക്കാര്യം അറിയാമോ? എന്ത് പറ്റി പെട്ടെന്ന് ചെറിയമ്മയുടെ കാര്യമൊക്കെ ഒരു അന്വേഷണം? ഒന്നുമില്ല, നമ്മുടെ കുടുംബകാര്യമല്ലേ, വെറുതെ അറിഞ്ഞിരിക്കാൻ. വലുതായി ഒന്നും അറിയില്ല. എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് അച്ഛന് വേണ്ടി ചെറിയമ്മയെ ആലോചിച്ചത്. അച്ഛൻ്റെ വീട്ടുകാർക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവർക്കൊക്കെ സ്വത്തിലാണ് കണ്ണ്. പക്ഷേ അച്ഛൻ അമ്മയുടെ വീട്ടുകാരോടൊപ്പമായിരുന്നു. ഏട്ടൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇന്ന് വരെയും അവൻ്റെ അമ്മയെ പറ്റി രേണു ഒന്നും ചോദിച്ചിട്ടില്ല. അവളെ തലോടിക്കൊണ്ടിരുന്ന ആദിയുടെ കൈകൾ നിശ്ചലമായി. അമ്മ ചെറുപ്പം മുതലേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. ആസ്മ ഉണ്ടായിരുന്നു. നിന്നെപ്പോലെ ഇരുട്ട് പേടിയായിരുന്നു. പിന്നീട് അത് കൂടി. പക്ഷെ കല്യാണത്തിന് ശേഷം അതൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു. എന്നെ പ്രസവിച്ചതിന് ശേഷം പിന്നെയും പ്രശ്നമൊക്കെ തുടങ്ങി. ഒടുവിൽ പെട്ടെന്ന് തളർന്നു വീണു. പിന്നെ അമ്മ എഴുന്നേറ്റിട്ടില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സോറി അതേട്ടാ, ഞാൻ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചു. സോറി. രേണുവിന് വിഷമം ആയി. ഏയ്, അമ്മയെ ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാ. ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. ആദ്യം നീണ്ട ഒരു മൗനത്തെ കൂട്ടുപിടിച്ചു. പിന്നെ രേണു ഒന്നും ചോദിക്കാൻ പോയില്ല. പിറ്റേന്ന് ആദിയുടെ ഒപ്പം രേണുവും ഓഫീസിലെത്തി. സ്റ്റാഫൊക്കെ ബഹുമാനത്തോടെ അവളെ നോക്കി. ഭവ്യതയോടെ അവളോട് പെരുമാറുന്നവരെ കണ്ടതും അവൾക്ക് ചിരി വന്നു. എന്താ രേണു, ജോലിക്ക് വന്ന സന്തോഷമാണോ? ആദ്യം അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ചോദിച്ചു. ഹേയ് അല്ല, കുറച്ചുനാൾ മുമ്പ് ഇവരൊക്കെ എന്നോട് എങ്ങനെ പെരുമാറിയിരുന്നത് എന്ന് ആലോചിച്ച് ചിരിച്ചതാ. പണമോ പ്രശസ്തിയോ ഉണ്ടെങ്കിൽ ബഹുമാനം കൂടി കിട്ടും. അവളുടെ പറച്ചിലിൽ ആദിയുടെ മുഖം മങ്ങി. ഇനിയും അതും ആലോചിച്ച് എൻ്റെ കേറ്റ മുഖം വീർപ്പിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, രേണു അവനെ നോക്കി പറഞ്ഞു. ആദ്യം അവളെ തൻ്റെ പുതിയ റൂമിന് അപ്പുറം ഒരു റൂം അവൾക്കായി കൊടുത്തു. അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ശരിയായി നടന്നിട്ടില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ. എനിക്ക് പ്രത്യേക റൂമൊന്നും വേണ്ട അതേട്ടാ, ഒരു ചെറിയ ക്യാബിൻ തന്നാൽ മതി. പറ്റില്ല. നീ ഇപ്പോൾ ആരാ? KB ഗ്രൂപ്പിലെ മിസ്സിസ് ആദിശേഷൻ. അതിൻ്റെ ലക്ഷറിയാണ് ഇതൊക്കെ. എന്നാൽ ഞാൻ ഇതൊക്കെ നന്നായി ആസ്വദിക്കും കേട്ടോ. ആസ്വദിച്ചോ. എൻ്റെ ഭാര്യയോട് എതിർക്കാൻ ഇവിടെ ആരാ ഉള്ളത്? അവൾ തലയാട്ടി അവിടെ ഇരുന്നു. രേണു കൂടെ ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായി ശ്രീമാമൻ ക്യാൻറ്റീനിൽ പോയി. ആദ്യം ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അയാൾ വന്നില്ല. രേണു അയാളെ ഗൗനിച്ചതേയില്ല. ഉച്ചയ്ക്ക് ശേഷം ആദ്യം ശ്രീധരനും കൂടി പുറത്തേക്ക് പോയി. മീറ്റിംഗ് നടക്കുന്നത് കാരണം വൈകുന്നേരം രേണുവിന് വീട്ടിലേക്ക് പോകാൻ ആദ്യ പറഞ്ഞു. രേണു ശ്രീധരൻ്റെ മുറിയിലേക്ക് നടന്നു. ആ ഫ്ലോറിൽ തന്നെ ഒരു സ്ഥലത്താണ് അയാളുടെ മുറി. ആദിയുടെ പഴയ ഓഫീസ് മുറി. അതിനകത്തെ അവൻ്റെ മുറിയിലായിരുന്നു അയാളുടെ താമസം. രേണു സാധാരണ രീതിയിൽ അതിനകത്ത് കടന്നു. മുതലാളിയുടെ ഭാര്യയോട് ആരും ഒന്നും ചോദിക്കില്ലല്ലോ. അതിനകം മുഴുവൻ തപ്പി നോക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല. ആകപ്പാടെ ഒരു ബാഗ് മാത്രമേ അയാളുടേത് എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നിന്നും ഒന്നും കിട്ടിയില്ല. തിരിഞ്ഞു നടക്കും നേരമാണ് കട്ടിലിൻ്റെ മെത്തയുടെ ഒരു ഭാഗത്തെ തുണി കുറച്ച് മാറിയതുപോലെ അവൾക്ക് തോന്നിയത്. അവിടേക്ക് കൈവച്ചതും എന്തോ ഒരു കവർ പുറത്തേക്ക് വന്നു വീണു. അവൾ ആ കവർ തുറന്നു നോക്കി. അതിൽ നിന്നും കണ്ട മൊബൈൽ തിരിച്ചറിയാൻ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. അത് ദേവിൻ്റെ മൊബൈലായിരുന്നു. ആദിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് അവൾക്ക് തോന്നിയത് സത്യമായിരുന്നു. അതുകൊണ്ടാണ് തലേ ദിവസം ചെറുമ്മയുടെ കാര്യം ആദ്യം എടുത്തിട്ടതും അവൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയത്. അവൾ ആ ഫോൺ കയ്യിലെടുത്തു. പിന്നെ പുറത്തേക്ക് നടന്നു. താൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് സ്റ്റാഫിനെ അറിയിച്ച് അവൾ മുന്നോട്ട് നടന്നു. മുൻപ് പലതവണ റിസപ്ഷനിൽ കൂടി പോകും നേരം കണ്ട കാര്യം ഇന്നാദ്യമായി അവളുടെ കണ്ണിൽ മിഴിവോടെ പതിഞ്ഞു. വലിയ ഒരു എണ്ണച്ചായ ചിത്രം, ആദിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും. അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്തോറും ആ മുഖം അന്ന് കണ്ട 7 പേരിൽ ഒരാളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ലക്ഷ്മി ബാലചന്ദ്രൻ. തെളിഞ്ഞു കത്തുന്ന ബൾബിന് പുറകിൽ ചിരിച്ചിരിക്കുന്ന സൗന്ദര്യം ജ്വലിക്കുന്ന ആ മുഖത്തേക്ക് അവൾ നോക്കി നിന്നു. ആദിയുടെ വീട്ടിൽ ഒരിടത്തും അമ്മയുടെ ഫോട്ടോ വച്ചിട്ടില്ല. ഒരിക്കൽ ചെറിയമ്മയോട് താൻ ചോദിച്ചത് അവൾ ഓർത്തു. അന്ന് ആദിക്ക് വിഷമമാണ് അമ്മയെ കാണുന്നത് എന്ന് ചെറിയമ്മ പറഞ്ഞത് അവൾ ഓർത്തു. പ്രസവിച്ച് 1 വർഷം കഴിഞ്ഞതും അവർ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറൊന്നും തനിക്ക് അവരെ പറ്റി അറിയില്ല. തളർന്നു പോകുന്ന കാലുകൾ വലിച്ച് രേണു നടന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരായിരിക്കും? എന്താണ് എല്ലാവരും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അവൾക്ക് തലയിൽ എന്തോ ഭാരം എടുത്തു വെച്ചിരിക്കുന്നത് പോലെ തോന്നി. രാത്രി പതിവ് പോലെ ആദ്യ കിടക്കാനായി വന്നപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. ആദ്യേട്ടൻ്റെ അമ്മയുടെ പടം ഇവിടെയൊന്നും വയ്ക്കാത്തതെന്താ? അമ്മയെ എനിക്ക് മിസ് ചെയ്യും രേണു. അതിന് ആദ്യേട്ടൻ കുഞ്ഞായിരുന്നല്ലേ അമ്മ മരിക്കുമ്പോൾ, പിന്നെ എങ്ങനെ മിസ് ചെയ്യുന്നത്?
കൂടെ ജീവിച്ച ഓർമ്മകൾ വേണമെന്നുണ്ടോ മിസ് ചെയ്യാൻ? എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ, അതിൻ്റെ വിഷമം വരും. അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. അതെ, അച്ഛൻ അമ്മയെ കണ്ടതും ഇഷ്ടമായതൊക്കെ ഞങ്ങൾ മാത്രമുള്ള സമയം പറഞ്ഞിരുന്നു. എന്ത് പറ്റിയിരുന്നു? 2 ദിവസമായി എൻ്റെ കുടുംബകാര്യം അറിയാൻ ഭയങ്കര താല്പര്യമാണല്ലോ. വെറുതെ അറിയാനൊരാഗ്രഹം. ആ, എന്തായാലും കിടന്നുറങ്ങ്. എനിക്ക് രാവിലെ പോകണം. നീ പിന്നീട് വന്നാൽ മതി. ആദ്യം അവളെ ചുറ്റി പിടിച്ച് കിടന്നു. മോളി സമ്മതിച്ചുകൊണ്ട് അവളും ഉറങ്ങാനാകാതെ കിടന്നു. പിറ്റേന്ന് രാവിലെ ശ്രീധരൻ്റെ മുറിയിൽ നിന്നും കിട്ടിയ ഫോൺ രേണു ചാർജ് ചെയ്തു ഓൺ ചെയ്തു. ഒരു കുഴപ്പവുമില്ലാതെ അത് ഓണായി. കുറച്ചു ഭാഗം പൊട്ടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവൾ ആകാംക്ഷയോടെ അത് പരിശോധിച്ചു. എന്നാൽ അതിലൊന്നും അവശേഷിച്ചിരുന്നില്ല. എല്ലാം ഡിലീറ്റാക്കിയ നിലയിലായിരുന്നു. അവൾക്കാകെ നിരാശ തോന്നി. ഓഫീസിൽ ചെന്നിട്ടും യാതൊരു ഉഷാറും തോന്നിയില്ല. എന്തൊക്കെയോ ജോലികൾ ചെയ്തു എന്നല്ലാതെ ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വന്നു. വൈകുന്നേരം അവൾ വീട്ടിലേക്ക് ചെന്നു. നാളെയോ മറ്റന്നാളോ അമ്മ ഇങ്ങോട്ടേക്ക് താമസം മാറും. എല്ലാവരുടെയും ജീവിതം സാധാരണ നിലയിലാകുന്നുണ്ട്. ശൈലജ ദേവിൻ്റെ വിയോഗം അംഗീകരിച്ചു. ആദ്രയും ശ്രീധരനും ഓഫീസ് കാര്യങ്ങളുമായി നടക്കുന്നുണ്ട്. പക്ഷെ രേണുവിന് മാത്രം സമാധാനം കിട്ടുന്നില്ല. തൻ്റെ ചുറ്റുമുള്ള നിഗൂഢത മാറ്റാൻ ഇനി എന്ത് ചെയ്യണം എന്നവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഓരോ ചിന്തകളിൽ ഇരിക്കും നേരമാണ് പോസ്റ്റ്മാൻ ആ വഴി വന്നത്. ഇത്തവണയും രജിസ്റ്റേർഡ് ഉണ്ടെന്നറിഞ്ഞ് അവൾ തിടുക്കത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. വിറക്കുന്ന കയ്യാലെ തുറന്നു നോക്കിയ രേണു ഞെട്ടിപ്പോയി. 2 ഫോട്ടോകളായിരുന്നു. അച്ഛൻ്റെ ബൈക്കിന് പിന്നാലെ പോകുന്ന ടിപ്പർ. അവളുടെ കയ്യിൽ നിന്നും അത് വഴുതി താഴെ വീണു. ഒരു നിമിഷം രേണു മറ്റെല്ലാം മറന്നുപോയി. പത്മകുമാറിൻ്റെ മരണം, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന കത്ത് നിവർത്തി വായിച്ചു അവൾ. കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആരോടും പറയാതെ ഇരിക്കുന്നിടത്തോളം നിനക്കും ജീവിച്ചിരിക്കാം. രേണുവിൻ്റെ മനസ്സ് പിടഞ്ഞു. അവൾക്ക് ശരീരം ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. അമ്മയെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായിരിക്കാം തന്നോടൊന്നും പറയാത്തത്. അവൾക്ക് ശ്രീധരനോട് അടങ്ങാത്ത ദേഷ്യം തോന്നി. ആദ്യേട്ടനെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ് അയാൾ. ആദിക്ക് ദേവിനോടുള്ള പക കാരണം ശ്രീധരനെ കൂട്ടുപിടിച്ച് അവനെ വകവരുത്തി. ഇനി തൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഇക്കാര്യം അറിഞ്ഞുവോ? അതുകൊണ്ടാണോ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നത്? അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അമ്മയുടെ ജീവന് ഭീഷണിയാണ്. അച്ഛനെ പോലെ അമ്മയെയും തനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. അവൾ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് ഇറങ്ങി. സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീധരൻ അവിടെ തന്നെ കാണും. അവൾ ഓട്ടോ വിളിച്ച് ഓഫീസിലേക്ക് തിരിച്ചു. ഓരോന്നായി കണ്ടുപിടിച്ച് വെളിപ്പെട്ട് വരുന്നതിന് മുമ്പേ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. അത് പാടില്ല. അയാളെ തടയണം. ദേവിനെ വകവരുത്താൻ ആദ്യേട്ടനെ സഹായിച്ച അയാൾ ഏട്ടനെയും അപകടപ്പെടുത്തും. ഇതെല്ലാം ശ്രീധരൻ്റെ പദ്ധതികളാണ്. അതിനാണ് അയാൾ ചെറിയമ്മയുമായി അരുതാത്ത ബന്ധം സ്ഥാപിച്ചത്. ഓട്ടോക്ക് വേഗം പോരെന്ന് തോന്നി രേണുകയ്ക്ക്. അവൾ വിചാരിച്ചതുപോലെ തന്നെ ഓഫീസ് കുറേയൊക്കെ വിജനമായിരുന്നു. ആദിയുടെയും ശ്രീധരൻ്റെയും റൂമുള്ള ഫ്ലോറിൽ സ്റ്റാഫ് ആരും ഇല്ലായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് ചെന്നു. റൂമിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു ശ്രീധരൻ. അവളെ കണ്ട് ഒന്ന് ഞെട്ടി. പാൻ അയാൾക്ക് അരികിൽ ചെന്ന് രേണു കവളത്തേക്ക് ആഞ്ഞടിച്ചു. ശ്രീധരൻ ഒഴിഞ്ഞു മാറുകയോ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യേട്ടൻ്റെ സ്വത്താണോ? അതിനാണോ ഒരേ സമയം ആദ്യേട്ടൻ്റെ കൂടെയും ചെറിയമ്മയുടെ കൂടെയും നിന്ന് 2 പേരെയും പറ്റിക്കുന്നത്? ദേവിനെ കൊന്നത് നിങ്ങളല്ലേ? ഇല്ല എന്ന് പറയണ്ട. എനിക്കറിയാം. ഇതിൽ എൻ്റെ അച്ഛനെയും അമ്മയും വലിച്ചിട്ടത് എന്തിനാ? അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? രേണു അലറിക്കൊണ്ട് അയാളെ പിടിച്ചുലച്ചു. ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ എൻ്റെ അമ്മയ്ക്ക് ഭീഷണി കത്തുകൾ അയക്കുന്നത്? ആദ്യേട്ടൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനാണോ ചെറിയമ്മയും നിങ്ങളുമായി വൃത്തികെട്ട ബന്ധം സ്ഥാപിച്ചത്? രേണു, പിന്നിൽ നിന്നും ആദിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി. ആദി മുന്നിലേക്ക് വന്നു. ചെറിയമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് ആദ്യേട്ടൻ കേട്ടു കാണുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്രീമാമനല്ല, ഞാനാണ് കത്തുകൾ അയച്ചത്. ഞാനാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ദേവിനെ കൊന്നതും നിന്റെ അച്ഛനെയും ദീപ്തിയെയും ഒക്കെ കൊല്ലിപ്പിച്ചതും ഞാനാണ്. ആദ്യേട്ടാ, എന്തൊക്കെ പറയുന്നത്? അസഹ്യതയോടെ അവൾ വിളിച്ചു. ആരെ രക്ഷിക്കാനാണ് ഈ കള്ളം പറിച്ച്? ഇയാളെയോ? രേണു, ശ്രീമാമനെ ഒന്നും പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. അവൾ ശ്രീധരന് നേരെ വിരൽ ചൂണ്ടി. ആദ്യേട്ടൻ്റെ പുറകെ ഇയാൾ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നറിയോ? വീട്ടിൽ വിശ്വസിച്ച് കയറ്റാൻ കൊള്ളില്ല ഇയാളെ. ഇയാളും ചെറിയമ്മയും കൂടി. എനിക്കത് പറയാൻ പോലും അറപ്പാ. അതുകൊണ്ട് വന്നതിനാണ് ദേവൻ ഇയാൾ കൊന്നു കളഞ്ഞത്. ഇനി എന്നെയും ഇയാൾ അപകടത്തിലാക്കും. ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയാണോ ആദ്യേട്ടൻ എല്ലാ കുറ്റവും തോളിൽ കയറ്റുന്നത്? ശ്രീധരൻ്റെ തല താഴ്ന്നു. അയാൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. ശ്രീമാമ, ആദിയുടെ സ്വരം മുഴങ്ങി അവിടെ മാകെ. അയാൾ നിന്നു. വേണ്ട മോനെ, എല്ലാം അങ്ങനെ ഇരിക്കട്ടെ.
ഞാൻ നാട്ടിൽ പോവുകയാണ്. ഇനി ചെയ്യാൻ ഒന്നുമില്ല. ശ്രീമാമൻ, ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത്. ഇനി എൻ്റെ ഒപ്പം നിൽക്കാൻ. ആദ്യേട്ടാ, ഇയാളെ വിശ്വസിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. രേണു ആദിയുടെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ നോക്കി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, രേണു, ഞാൻ പറഞ്ഞതൊക്കെയും സത്യമാണ്. നിന്നെ അറിയിക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ നിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് ചികഞ്ഞ് നീ നടക്കുകയാണെന്നും അറിയാം. ആ കത്തും ഫോട്ടോസും നിന്റെ കയ്യിലാണ് വന്നു പെട്ടത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ ചാദ്യന്മാരാണ്. എല്ലാവരെയും വിശ്വസിച്ച ഞാനാണ് വെട്ടി. ഇതൊന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അച്ഛനെ കൊന്നതിന് ഞാൻ എല്ലാവരെയും കോടതിയിൽ കയറ്റും. ഒരുത്തനെയും വെറുതെ വിടില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. രേണുവിനെ ആകെ വിറഞ്ഞു കയറിയിരുന്നു. രേണു, അബദ്ധമൊന്നും കാണിക്കരുത് മോളെ. ഞാനാണ് എല്ലാം ചെയ്തത്. ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്ക്. നിങ്ങൾ എൻ്റെ മുന്നിൽ നാടകമൊന്നും കളിക്കേണ്ട. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത വൃത്തികെട്ടവൻ നിങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ പറ്റില്ല. ആരെ വേണമെങ്കിലും നിങ്ങൾ നോട്ടമിടും. രേണു, ആദ്യയുടെ ഒച്ച ഇടിമുഴക്കം പോലെ അവിടെ മുഴങ്ങി. എനിക്കാരെയും രക്ഷിക്കാനില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാനാണ്. എന്നെങ്കിലും നീ അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചെറിയമ്മയുടെയും ശ്രീധരൻ്റെയും കാര്യം. അവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പിന്നെ അവർക്ക് മാമനുമായിട്ട് മാത്രമല്ല ബന്ധം, നിന്റെ അച്ഛൻ പത്മകുമാറുമായിട്ടും ബന്ധമുണ്ട്. അതിലുണ്ടായ മകനാണ് ശ്രീദേവ് എന്ന എൻ്റെ അനിയൻ. അവൻ ആളറിയാതെ കൊല്ലിച്ചത് സ്വന്തം അച്ഛനെയാണ്. ആദ്യേട്ടാ, രേണുവിൻ്റെ അലർച്ച ആ 4 ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവൾ പാഞ്ഞു ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു. നാക്കിലെ എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. എൻ്റെ അച്ഛനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആദി അക്ഷോഭ്യനായി നിന്നതേയുള്ളൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്. നിന്റെ അനിയനാണ് ശ്രീദേവ്. നിങ്ങൾക്ക് ഭ്രാന്താണ്, മുഴത്ത ഭ്രാന്ത്. അതാ ഇങ്ങനെയൊക്കെ ഓരോന്ന് കള്ളക്കഥകൾ വിളിച്ചു കൂവുന്നത്. രേണു, നീ അറിയാത്ത ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നിനക്ക് ചുറ്റുമുള്ളവരാണ് കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയെ കൊന്നത് നിന്റെ അമ്മയും അച്ഛനും ശൈലജയും ചേർന്നാണ്. അതിന് സഹായിച്ചത് ദീപ്തിയുടെ അമ്മ ഷീലയും. അത് തേച്ചു മായ്ച്ചു കളഞ്ഞത് MLA ശശിയും ചേർന്നാണ്. പിന്നെ എൻ്റെ അച്ഛനെ കൊല്ലാൻ പദ്ധതിയിട്ടത് നിന്റെ അച്ഛനും ശൈലജയും ചേർന്നാണ്. അത് നടപ്പിലാക്കാൻ നല്ലൊരു പദ്ധതി തന്നെ അവർ ഇട്ടിരുന്നു. എന്നിട്ട് വക വരുത്തിയത് ദേവും ദീപ്തിയും ചേർന്ന. പക്ഷേ അവർക്ക് 2 പേർക്കും ചെറിയമ്മയുടെയും നിന്റെ അച്ഛൻ്റെയും കാര്യം അറിയില്ല. ഇതിൻ്റെയെല്ലാം സൂത്രധാരൻ പത്മകുമാറാണ്, നിന്റെ അച്ഛൻ. വേറൊന്നു കൂടിയുണ്ട്. നിന്നെ വെച്ച് അയാൾ കളിച്ചത്. എൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറ്റി എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഒടുവിൽ ഒരു കുഞ്ഞാകുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ എന്നെയും കൊന്നു കളയാൻ. നീ പോലും അറിയാതെ നിന്നെ വെച്ച് നടത്തിയ പ്ലാൻ. ഇല്ല. രേണു മുന്നോട്ട് വന്ന് ആദിയുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൻ കണ്ണുകൾ അടച്ചു നിന്നു. നിങ്ങൾ മാമനും മോനും കൂടി ചേർന്ന് ദേവിനെ ഇല്ലാതാക്കി. എന്നിട്ട് പുതിയ കഥ ഉണ്ടാക്കുകയാ. രേണു, ഞാൻ പറഞ്ഞതൊക്കെയും സത്യമാണ്. ആ ഫോട്ടോസ് നീ കണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അമ്മയെപ്പറ്റി നീ ചോദിച്ചത്. എന്തുകൊണ്ട് ഇവരൊക്കെ തമ്മിൽ നേരത്തെ അറിയാമെന്ന് നിന്നോട് പറഞ്ഞില്ല? ഇല്ല, ഞാൻ ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട. സമനില തെറ്റിയവളെ പോലെ അലറിക്കൊണ്ട് രേണു കാത് 2 പൊതിഞ്ഞു പിടിച്ചു. പിന്നെ തിരിഞ്ഞു നടക്കാനൊരുങ്ങി ആദ്യം അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. പിന്നെ അവളെയും വലിച്ചു കൊണ്ടവൻ പുതിയ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. അകത്തേക്ക് കയറിയതും വാതിൽ ലോക്കിട്ടു. അവൻ്റെ കയ്യിൽ നിന്നും കൈ വിടുവിപ്പിച്ച് രേണു വാതിലിൻ്റെ നേർക്ക് നടന്നു തുടങ്ങി. ആദ്യ ലോക്കറിൽ നിന്നും പെൻഡ്രൈവ് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ വാതിലിൻ്റെ ഭാഗത്തേക്ക് നടക്കുന്ന രേണുവിനെ എടുത്തുയർത്തി. അവൻ്റെ കൈകളിൽ കിടന്ന് അവൾ കുതറാനും അടിക്കാനുമൊക്കെ തുടങ്ങി. എന്നാൽ അവൻ ഒട്ടും വക വെച്ചില്ല. അവളെ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങോട്ടേക്ക് നോക്കൂ രേണു, എന്നിട്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. അവളുടെ നോട്ടം വെറുതെ സ്ക്രീനിലേക്ക് എത്തി. തൻ്റെ ഹൃദയം നിലച്ചു പോയെന്ന് തോന്നി രേണുവിന്. കണ്ണിന് മുന്നിൽ തെളിയുന്ന കാഴ്ചയിലേക്ക് അവൾ വീണ്ടും കണ്ണുകൾ തിരുമ്മി നോക്കി. ദീപ്തിയുടെ മുറിയിൽ അമ്മ അവളുടെ ഡ്രിപ്പിലേക്ക് എന്തോ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. 2 നിമിഷം കഴിഞ്ഞതും ശ്വാസത്തിനായി പിടയുന്ന ദീപ്തിയെ ഉറ്റുനോക്കി നിൽക്കുന്നത് തൻ്റെ അമ്മയാണ് എന്നവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാന ശ്വാസവും നിലച്ച് ദീപ്തി മരണപ്പെട്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടം വിട്ടുപോകുന്ന സുലോചനയെ കണ്ടവൾ ബോധം മറഞ്ഞു വീണു. മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളികൾ രേണുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു. ആദ്യയുടെ റെസ്റ്റ് റൂമിലാണ്. അവൾ പിടഞ്ഞു എഴുന്നേറ്റു. നേരത്തെ കണ്ടതെല്ലാം ഒരു ദുസ്വപ്നം പോലെ ആവണേ എന്നവൾ പ്രാർത്ഥിച്ചു. പക്ഷെ തൻ്റെ അടുത്തിരിക്കുന്ന ശ്രീധരനെയും ആദിയെയും കണ്ടതും ആ പ്രതീക്ഷയേറ്റവൾ കണ്ണീർ വാർത്തു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ടതും കേട്ടതും ഒന്നും. പാവങ്ങളായ തൻ്റെ അമ്മയെയും അച്ഛനെയും പറ്റിയാണോ ആദിയുടെ വാക്കുകളിൽ കേട്ടത്? തൻ്റെ അമ്മയാണോ ഒരു ജീവൻ എടുത്ത് യാതൊരു കുറ്റബോധവുമില്ലാതെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? രേണുവിന് ആകെ തളർച്ച തോന്നി.
അവൾ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ നടന്നു. പിന്നാലെ ചെന്ന് ആദി. രേണു എവിടെ പോണു? എൻ്റെ ഒപ്പം പോകാം. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം ആദ്യേട്ടാ. ഇല്ല, നീ അമ്മയോട് ചോദിക്കരുത്. സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണമെങ്കിൽ. ആദി പകുതിയിൽ നിർത്തി. രേണുവിൻ്റെ മുഖത്ത് വേദന നിറഞ്ഞ ചിരി നിറഞ്ഞു. എന്നെയും കൊല്ലാൻ മടക്കില്ല അല്ലേ? കൊല്ലട്ടെ. എന്തിനാ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നത്? എന്നെയും കൊല്ലട്ടെ. എനിക്കിനി ജീവിക്കേണ്ട ആദ്യേട്ടാ. അച്ഛൻ പോയിട്ടും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഞാൻ വന്നത് അമ്മയെ ഓർത്ത് മാത്രമാണ്. ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ജീവിതം നശിപ്പിച്ചു കളഞ്ഞേനെ. അവൾ മുഖം പൊത്തി കരഞ്ഞു. രേണു, എനിക്ക് നിന്നെ വേണം. പകയും പ്രതികാരവും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നല്ലതായി സംഭവിച്ചത് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നെ വേണം. രേണു ഒന്നും മിണ്ടിയില്ല. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ് എന്നെ വെറുതെ വിട്. ആദി, ശ്രീധരൻ വിളിച്ചു. അയാൾ രേണുവിൻ്റെ അടുത്തേക്ക് വന്നു. സുലുവിനോട് ഒന്നും ചോദിക്കരുത് മോളെ. ശത്രുക്കൾ ഇപ്പോഴും പ്രബലരാണ്. ശശി നിനക്ക് അറിയില്ല മോളെ. പണവും പവറും കൊണ്ട് എന്തും നിമിഷങ്ങൾക്കുള്ളിൽ നേടാൻ ഇന്ന് അവന് കഴിയും. അമ്മയോട് നീ ചോദിക്കുന്നത് എന്തും ആദിയുടെ ജീവൻ അപകടത്തിലാക്കും. രേണു ഞെട്ടലോടെ അയാളെ നോക്കി. പിന്നെ ആദിയെയും. ഞാൻ ഒന്നും ചോദിക്കില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ പോകണം. ഒറ്റയ്ക്കിരിക്കണം. രേണു കാലുകൾ വലിച്ചു നടന്നു. മാമ, അവൾ. ആദി പിന്നാലെ ചെല്ലാൻ തുനിഞ്ഞെങ്കിലും ശ്രീധരൻ അവനെ തടഞ്ഞു. അവൾ പൊയ്ക്കോട്ടെ ആദി. സുലുവിനോടൊന്നും ചോദിക്കില്ല. നിന്റെ ജീവൻ അപകടത്തിലാക്കുന്ന ഒന്നും അവൾ ചെയ്യില്ല. സുരക്ഷിതമായി അവൾ എത്തുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചെല്ല്. ആദി പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. രേണു ഒരു ഓട്ടോ വിളിച്ചു കയറുന്നത് അവൻ കണ്ടു. കുറച്ച് പിന്നിലായി അവനും കാറിൽ അവളെ പിന്തുടർന്നു. ആദ്യം വിചാരിച്ചതുപോലെ തന്നെ രേണു വീട്ടിലേക്കാണ് പോയത്. അമ്മയുടെ അടുത്തേക്കല്ല. വീട് തുറന്ന് അകത്ത് കയറി അവൾ. മുറിയിലും പുറത്തും വെളിച്ചം നിറഞ്ഞതും നോക്കി ആദ്യം ആ ഗേറ്റിന് മുന്നിൽ അരികിലായി കാതൊതുക്കി. അകത്തുള്ളവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ അവന് പറ്റുന്നുണ്ടായിരുന്നു. രേണു ആകമാനം ഒന്നു നോക്കി. തൻ്റെ വീട്, തൻ്റെ മുറി, തൻ്റെ ലോകം. ഇന്ന് ഇത്രയും നാൾ വിശ്വസിച്ചതൊക്കെയും തൻ്റെ മിഥ്യധാരണകൾ മാത്രമായിരുന്നു. ഇവിടെയാണ് സമാധാനം എന്ന് വിശ്വസിച്ചത് മുഴുവൻ വെറുതെ ആയിരുന്നു. ചുവരിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന പത്മകുമാറിൻ്റെ ഫോട്ടോയിലേക്ക് ആദ്യമായി അവൾ വെറുപ്പോടെ നോക്കി. താഴെ ചുവരിൻ്റെ മറ്റൊരു ഭാഗത്ത് പത്മകുമാറും സുലോചനയും താനും കൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടതും ഒരിക്കൽ കൂടി നോക്കാൻ അരച്ചു അവൾ മുറിയിലേക്ക് നടന്നു. തനിക്കും ആദ്യേട്ടനും ഒരു കുഞ്ഞു പിറന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ആദ്യേട്ടനെ എല്ലാവരും ചേർന്ന് കൊന്നു കളഞ്ഞേനെ. ജീവിതം മുഴുവൻ താൻ സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവർ പണത്തിന് വേണ്ടി അത് കണ്ട് രസിക്കുമായിരുന്നു. ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ നാടകത്തിൻ്റെയും ഒരു ഭാഗം മാത്രമായിരുന്നു തൻ്റെ ജീവിതം. ഹൃദയം കുത്തിവരഞ്ഞ് രക്തം ഒഴുകുന്നത് പോലെ തോന്നി രേണുവിന്. മൊബൈൽ ശബ്ദമാണ് ആദ്യം നോട്ടം വീട്ടിൽ നിന്നും മാറ്റാൻ പ്രേരിപ്പിച്ചത്. സുലോചനയാണ്. അവൻ മുഖം തുടച്ച് ശബ്ദം പ്രസന്നമാക്കാൻ ശ്രമിച്ചു. മോനെ, രേണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഓഫാണെന്ന് പറയുന്നു. അവളും ഞാനും കൂടി വീട്ടിലേക്ക് വന്നമ്മ. പണികളൊക്കെ കഴിഞ്ഞല്ലോ. അതൊക്കെ ഒന്ന് നോക്കാനാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഓഫീസിൽ വന്നതിൻ്റെ തലവേദന എന്നും പറഞ്ഞ് വന്നപാടെ കയറി കിടന്നവൾ. ഇപ്പോൾ നല്ല ഉറക്കാ. ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട മോനെ, ഉറങ്ങട്ടെ അവൾ. കിട്ടാതിരുന്നപ്പോൾ അമ്മ പേടിച്ചു പോയി. കഴിച്ചോ എന്തെങ്കിലും രണ്ടാളും? ആ, വരുന്ന വഴി പാർസൽ വാങ്ങിയിരുന്നു. ശരി മോനെ, നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരും. അവർ വച്ചിട്ട് പോയതും പുച്ഛം കലർന്ന ഒരു ചിരി ആദിയുടെ ചുണ്ടിൽ വിരിഞ്ഞു. അവൻ ശൈലജയെയും വിളിച്ച കാര്യം പറഞ്ഞു. ആദി വീണ്ടും വീട്ടിലേക്ക് നോട്ടം ഉറപ്പിച്ചു. ചാരി കിടന്നു. രാത്രി ഏറെ വൈകിയിട്ടും ആ വീട്ടിലെ വെളിച്ചം അണഞ്ഞിരുന്നില്ല. കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിൽ ആരോ തട്ടുന്നതറിഞ്ഞാണ് ആദി ഉറക്കം ഞെട്ടി എഴുന്നേറ്റത്. രേണു ആണ്. കുളിയൊക്കെ കഴിഞ്ഞ് വേറെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. സമയം 9 മണിയായിട്ടുണ്ട്. വെളുപ്പിന് എപ്പോഴോ ആണ് താൻ ഉറങ്ങിയത്. അതുവരെയും വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് ഓർത്തു ആദി. ആദ്യേട്ടനകത്തേക്ക് വാ, അവൾ പറഞ്ഞുകൊണ്ട് നടന്നു. ആദ്യം അവൾക്ക് പിന്നാലെ ചെന്നു. ഏട്ടൻ ഫ്രഷാവ്. വേറെ ഡ്രസ്സ് വണ്ടിയിൽ കാണുമല്ലോ. അവളുടെ ശാന്തസ്വരം അവനെ അമ്പരിപ്പിച്ചു. ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന അവളുടെ കണ്ണുകളും മുഖവും കാണിച്ചു തരുന്നുണ്ടെങ്കിലും എന്തോ തീരുമാനിച്ചതുപോലുള്ള അവളുടെ ഭാവം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ആദ്യം റെഡിയായി വന്നതും ഓർഡർ ചെയ്ത ഭക്ഷണം എത്തി. രേണു വാങ്ങിക്കൊണ്ടുവന്ന് അവനും കൊടുത്തു. അവളും കഴിച്ചു. മുഴുവനും കഴിച്ചു എഴുന്നേൽക്കുന്നവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ആദി. വീടും പൂട്ടി അവളും അവനൊപ്പം ഇറങ്ങി. ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞവൾ. വണ്ടിയിലിരിക്കെ സുലോചന ഇന്നലെ വിളിച്ച കാര്യം അവൻ അറിയിച്ചു. അവൾ ഉടനെ തന്നെ ഫോൺ ഓണാക്കി കാൾ വിളിച്ചു. സാധാരണ മട്ടിൽ അമ്മയോട് സംസാരിക്കുന്ന രേണുവിനെ ആദ്യം പാളി നോക്കി. ഓഫീസിൽ എത്തുന്നതുവരെയും വണ്ടി നിശബ്ദത നിറഞ്ഞു നിന്നു. ഏട്ടൻ പോയി മാമനെയും വിളിച്ചു കൊണ്ടുവാ. നമുക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും പോയിരിക്കാം. ഓഫീസും വീടും ഒന്നും വേണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം.
കുറച്ചല്ല, എല്ലാ കാര്യങ്ങളും അറിയണം. നിങ്ങൾക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ ഒരു ഒളിവോ മറയോ ഇല്ലാതെ എന്നോട് പറയണം. ആദ്യ 2 നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. പിന്നെ പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞതും ആദ്യം ശ്രീധരനും കൂടി എത്തി. രേണുവിനെ ഒന്ന് നോക്കി ശ്രീധരൻ പിറകിൽ കയറിയിരുന്നു. കുറേ നേരം വണ്ടി ഓടി. സിറ്റിയുടെ കാഴ്ചകൾ മറച്ചുകൊണ്ട് നാട്ടിൻപുറത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിന്നു. പഴയ മോഡലിലുള്ള ടെറസ് വീട്. ആരുടെ വീടാണത്? രേണു ചുറ്റും നോക്കി. അമ്മയുടെ തറവാട് വീടാണ്. അച്ഛനുള്ളപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ 2 പേരും ഇങ്ങോട്ടേക്ക് വരും. ശ്രീമാമനും കാണും. പഴയ ഓരോ കഥകൾ പറഞ്ഞിരിക്കും. ഏതോ ഓർമ്മകളിലാണ്ടു നിന്ന് ശ്രീധരനും ആദിയും. വാരേണു. ആദ്യ താക്കോലെടുത്ത് കതക് തുറന്ന് അകത്തേക്ക് കയറി. അടഞ്ഞു കിടന്നതിൻ്റെ ഒരു മുഷിഞ്ഞ മണവും ഉണ്ടെങ്കിലും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇടയ്ക്കൊക്കെ ഞാനോ മാമനോ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടാണ് വൃത്തിയായി കിടക്കുന്നത്. വാരേണു, അമ്മയെ കാണിച്ചു തരാം. അവൻ ഒരു മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ രേണുവും. മുറി നിറയെ ഷെൽഫിൽ ബുക്കുകളാണ്. പിന്നെ ഫോട്ടോസും. ചുവരിൽ ആദിയുടെ അമ്മയുടെ ചിത്രങ്ങൾ. ഹൈസ്കൂൾ മുതലുള്ള പടങ്ങളുണ്ട്. ചിലതൊക്കെ പഴമ കൊണ്ട് മങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ പുതുതായി ചെയ്യിപ്പിച്ച് എടുത്തത് ആണെന്ന് കാണുമ്പോൾ അറിയാം. ബാലചന്ദ്രനും ലക്ഷ്മിയും കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ. പിന്നെ 2 പേരും യാത്ര പോയതിൻ്റെ ഫോട്ടോകൾ. ഗർഭിണിയായിരിക്കുന്ന ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ബാലചന്ദ്രൻ. കുഞ്ഞാദ്യമായി നിൽക്കുന്ന ഫോട്ടോകൾ. എല്ലാം നോക്കവേ രേണുവിൻ്റെ നെഞ്ചിൽ ഭാരം തോന്നി. ഈ കുടുംബത്തിനെ തകർത്തവരാണോ എൻ്റെ അച്ഛനും അമ്മയും? ഇവരുടെ സ്വപ്നങ്ങളും സന്തോഷവും തകർത്തു കളയാൻ മാത്രം ക്രൂരത നിറഞ്ഞവരാണോ അവർ? അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി. അവിടെ നിന്നാൽ ശ്വാസം കിട്ടാതെ താൻ മരിച്ചു പോകുമെന്ന് തോന്നി രേണുവിന്. പുറത്തേക്കിറങ്ങി അവൾ. രേണു, എല്ലാം കള്ളമാണെന്ന് പറ ആദ്യേട്ട. എൻ്റെ അച്ഛനും അമ്മയും അല്ല നിങ്ങളുടെ ജീവിതം തകർത്തതെന്ന് പറ ആദ്യേട്ട. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ആദ്യം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ റിലാക്സ് ആകുന്നതുവരെയും അവൻ ചേർത്ത് പിടിച്ചു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അവനെ നോക്കി. എനിക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണ്? അച്ഛനാണ് എൻ്റെ റെസ്യൂമെ അയച്ചത് എല്ലായിടത്തും. ഇൻ്റർവ്യൂ കാൾ വന്നത് മാത്രമേ എനിക്കറിയാവൂ. ചെറിയമ്മ പറഞ്ഞിട്ടാ അങ്ങനെ ഒരു വേക്കൻസി ഞാൻ കൊടുത്തത്. ദീപ്തിക്കൊരു സഹായിയെ വേണമെന്ന്. ആദ്യം വന്ന പെൺകുട്ടികളൊക്കെ ദീപ്തിയുടെ ടോർച്ചർ കാരണം പോയി. പിന്നെയാണ് നീ വന്നത്. എല്ലാം പ്ലാനായിരുന്നു നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഇൻ്റർവ്യൂവിന് നേതൃത്വം കൊടുത്തത് ദീപ്തി ആയിരുന്നു, മാനേജ്മെൻറ്റ് നിർദ്ദേശപ്രകാരം. പക്ഷെ അവിടെ നേരത്തെ തന്നെ നിന്നെ സെലക്ട് ചെയ്യാനുള്ള പദ്ധതികൾ തന്നെയായിരുന്നു. ഞാൻ പുറത്തായിരുന്നതിനാൽ എല്ലാം ദീപ്തിയും മറ്റു സ്റ്റാഫും ആണ് കൈകാര്യം ചെയ്തത്. ആദ്യേട്ടന് അപ്പോഴേ അറിയാമോ എല്ലാ കാര്യങ്ങളും? അറിയാം. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ശ്രീമാമ എന്നോട് ഇക്കാര്യങ്ങൾ പറയുന്നത്. മാമ കൃഷിയും ബാക്കി കാര്യങ്ങളുമായി മാറി നിന്നതല്ല, ഇക്കാര്യങ്ങളുടെ പുറകെ ആയിരുന്നു. തകർന്നിരുന്നു ഞാൻ. ഇത്രയും കാലം സ്വന്തമായി കണ്ടിരുന്നവരെല്ലാം എന്നെ പിന്നിൽ നിന്ന് വഞ്ചിക്കുകയാണ് എന്നറിഞ്ഞതും ഞാൻ ആകെ തകർന്നു. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട എന്നും അവരുടെയൊക്കെ നീക്കങ്ങൾ അറിയണമെന്നും പറഞ്ഞ് എന്നെ നിയന്ത്രിച്ചത് മാമയായിരുന്നു. അവരുടെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ പിടിച്ചു നിൽക്കാൻ പെട്ട പാട് ഗീതുവിനോടും ആര്യനോട് പോലും പറഞ്ഞിട്ടില്ല ഇന്നുവരെയും. ആദ്യം എനിക്ക് അവരെയും സംശയമുണ്ടായിരുന്നു. മുന്നിൽ വന്നു നിൽക്കുന്നവരെയെല്ലാം സംശയിച്ച സമയം. എൻ്റെ കൂടെയുള്ളവരെയെല്ലാം വിലക്കെടുത്തു കഴിഞ്ഞിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഞാൻ ജാഗ്രത പാലിച്ചു. പക്ഷെ ഗീതവും ആര്യനും പാവങ്ങളായിരുന്നു. പിന്നെന്താ അവരോട് പറയാത്തത്? രേണു അവനെ നോക്കി. ആദ്യയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് അവരെ ഇതിലേക്ക് വലിച്ചിരുന്നത്? പിന്നെ ദേവിൻ്റെ കാര്യത്തിൽ ആര്യന് സംശയം തോന്നി. എനിക്കെതിരെ മുൻപ് ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ട് രേണു, ദേവിൻ്റെ വക. അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് ആര്യനായിരുന്നു. അവൻ ഇതിൻ്റെ പുറകെ നടന്ന് ദേവാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അതിലും ശക്തരായ ശത്രുക്കൾ എനിക്കുണ്ടെന്ന് അവൻ അറിഞ്ഞാൽ ഉറപ്പായും ആര്യൻ അവർക്ക് പിന്നാലെ പോകും. ഏത് നിമിഷം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മരിച്ചു വീഴാൻ പോകുന്ന എനിക്ക് അവരുടെ ജീവിതം കൂടി കൊലയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ എന്ന അനുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞത്. വീട്ടിലെത്തി ചെറിയമ്മ സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണം പോലും കൊലച്ചോറാണോ എന്ന സംശയത്തിലാണ് ഞാൻ കഴിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ സ്വപ്നം നേടിയെടുക്കണമെന്ന് തോന്നി. അതിനാണ് അത്രയേറെ ശ്രമിച്ചത്. പക്ഷെ ദേവ് കാരണം അത് നടന്നില്ല. അതിൽ കൂടി നിന്റെ പ്രശ്നം. പിന്നെ ഞാൻ മുൻവിധിയോടെ ആണ് കണ്ടത്. എന്നെ വളയ്ക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ നിന്നും വന്നവൾ. പക്ഷെ പോകെ പോകെ നീ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴോ നിന്നിലേക്ക് ചാഞ്ഞു തുടങ്ങിയിരുന്നു എൻ്റെ മനസ്സും. അതിനിടയിൽ ആരും അറിയാതെ ദീപ്തിയും ദേവും ഉണ്ടാക്കിയ കെണിയിൽ നീ വന്ന് ചാടി. അപ്പോഴും ചെറിയമ്മയും കൂടെയുള്ളവരും വിദഗ്ധമായി കളിച്ചു പദ്ധതി നടപ്പിലാക്കി നിന്നെ എൻ്റെ ഭാര്യയാക്കി. രേണു കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാകാതെ തലയിൽ കൈ താങ്ങിയിരുന്നു. എന്തിനാ
എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർ? എന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടിയത്? ശ്രീധരൻ അങ്ങോട്ടേക്ക് വന്നു. പണം, അത് മാത്രമാണ് രേണു മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്നത്, ബന്ധങ്ങളുടെ മൂല്യം മറന്നു കളയിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാരണം. ആ ഫോട്ടോ ഇല്ലേ, അത് 30 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് എടുത്തതാണ്. അന്നത്തെ MCOM MA വിദ്യാർത്ഥികളായ ശശി, പത്മകുമാർ, സുലോചന, ശൈലജ, ഷീല, ശ്രീധരൻ, ലക്ഷ്മി എന്നീ 7 ഉറ്റമിത്രങ്ങൾ ചേർന്ന് എടുത്തത്. അന്ന് തുടങ്ങിയ കഥയാണിത്. ശ്രീധരൻ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെന്നു. ആൽത്തറയിലിരുന്ന് വർത്തമാനം പറയുന്ന ആ 7 പേരിലെ ഒരാളായി മാറി അയാൾ.